പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീർ POK എന്നറിയപ്പെടുന്ന ഒരു ഭാഗമുണ്ട്. യഥാർത്ഥത്തിൽ അത് കാശ്മീരിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അത് നമ്മുടെ ഈ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം വന്നപ്പോൾ കാശ്മീരിൻ്റെ ഒരു ഭാഗം ഇന്ത്യ എടുത്തു, ഒരു ഭാഗം പാകിസ്ഥാനിലേക്ക് പോയി. ഇന്ത്യ എടുത്തതെന്ന് പറഞ്ഞാൽ ഒരു സെപ്പറേറ്റ് ആയിട്ട് ഹോൾഡിംഗ് ആയിട്ട് വന്നു. പക്ഷേ അതിപ്പോൾ ഇന്ത്യൻ യൂണിയനിൽ തന്നെ എല്ലാം ചേർന്നു. ആർട്ടിക്കിൾ 370 ഭേദഗതി ചെയ്തതോടുകൂടി അത് ഇന്ത്യയുടെ ഭാഗമായിട്ട് തന്നെ അങ്ങ് മാറി. ഇന്ത്യ ബാക്കി ഒരു പ്രത്യേകതയൊന്നും കാശ്മീരിന് ഇല്ലാത്തതായി, സ്വയംഭരണാവകാശം അങ്ങനെയുള്ള ഒന്നുമില്ല, ആ രീതിയായി. POK എന്ന് പറയുന്ന ഒരു ഭാഗം, അതായത് കാശ്മീരിൻ്റെ ഒരു ഭാഗം പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീർ, അത് പാകിസ്ഥാൻ്റെ കൈവശമാണ് ആ ഭാഗം. അതായത് പാകിസ്ഥാനാണ് അവിടുത്തെ ഭരണം നടത്തുന്നത്. അവർക്ക് സ്വയംഭരണം ഈ POKയ്ക്ക് ഉണ്ടെന്ന് പറയുന്നെങ്കിൽ പോലും അത് വെറുതെയാണ്. ഒരു ജലരേഖ എന്ന് വേണം പറയാനല്ല, അത് കാര്യമൊന്നും ഉള്ളതല്ല. അങ്ങനെ POK എന്ന് പറയുന്ന ആ ഭാഗം, അവിടെയും ഈ കാശ്മീരികൾ തന്നെയാണ് അവിടെ താമസിക്കുന്നത്. ഈ POK നിലനിർത്തിയേക്കുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? പാകിസ്ഥാനിൽ നിന്ന് ഭീകരരെ കൊണ്ടുവന്നിട്ട് അവിടുന്ന് ഇൻഫിൽട്രേറ്റ് ചെയ്ത് നമ്മുടെ കാശ്മീരിലേക്ക് കയറുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. അല്ലാതെ വേറെ പാകിസ്ഥാൻ ഇതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. അത് അവർ പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീർ, അവിടെ താമസിക്കുന്ന ആളുകൾ അവരൊന്നും പാകിസ്ഥാനികളല്ല. ആ താമസിക്കുന്നതൊക്കെ കാശ്മീരികളാണ്. അവിടെ താമസിക്കുന്ന ആ കാശ്മീരികൾക്ക് വളരെ കഷ്ടപ്പാടാണ്. കാരണം ഇത് അവിടെ പോയിട്ടുള്ളവർക്കേ അതറിയുള്ളൂ. ഞാൻ ഈ POK ഞാൻ പോയിട്ടില്ല, പക്ഷേ കാശ്മീർ ഞാൻ പോയിട്ടുണ്ട്. കാശ്മീരിലെ ഒരുപാട് ആളുകളുമായിട്ട് അടുത്തിടപഴകി സംസാരിക്കാനുള്ളവരെയും വന്നിട്ടുണ്ട്. ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ അന്ന് ഒരു ഡ്രൈവർ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അയാൾ കാശ്മീരിയാണ്. അയാൾ ആ കാശ്മീരികളുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ അയാൾ പറഞ്ഞു. നല്ലൊരു ചെറുപ്പക്കാരൻ. അയാൾ പറഞ്ഞു, വർഷത്തിൽ 4 മാസം അല്ലെ 5 മാസം മാത്രമേ അവർക്ക് സീസൺ കിട്ടുള്ളൂ. ബാക്കിയുള്ള സമയം മുഴുവൻ മഴയും മഞ്ഞുവീഴ്ചയൊക്കെയാണ്. അത് കാരണം അവിടെ മഞ്ഞുവീഴ്ച എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലല്ല, റോഡൊന്നും കാണാനൊക്കത്തില്ല, ആ രീതിയിലുള്ള മഞ്ഞാണ്, ഐസാണ്. അതൊക്കെ കാരണം അവിടെ അന്നൊന്നും ഈ ടൂറിസ്റ്റുകൾ വരത്തില്ല. ടൂറിസ്റ്റുകൾ വരുന്ന സീസൺ എന്ന് പറയുന്നത് 4 മാസം അല്ലെ 5 മാസം. നല്ലതായിട്ട് പോകണമെങ്കിൽ 5 മാസം കിട്ടും. ഈ 5 മാസത്തെ വരുമാനം അവരുണ്ടാക്കിയിട്ട് വേണം അവർക്ക് ഈ ഒരു വർഷം കഴിയാൻ. അങ്ങനെയാണ് 12 മാസത്തെ അവരുടെ ചിലവിനുള്ളത് ഈ 5 മാസം കൊണ്ട് അവർ ഉണ്ടാക്കിയെടുക്കുന്നതാണ് എന്ന് അയാൾ പറഞ്ഞു തന്നു. എന്നിട്ട് മാത്രമല്ല, അയാൾ അതിനെക്കുറിച്ച് വിശദമായ രീതിയിൽ അയാൾ പറഞ്ഞു തന്നു കേട്ടോ. കാരണം അവിടെ അത്രത്തോളം ബുദ്ധിമുട്ട്, അതായത് ഇവർക്ക് തന്നെ ബുദ്ധിമുട്ട്, നമ്മുടെ ഇന്ത്യയിലുള്ള ഇന്ത്യക്കാരാണ് ആ കാശ്മീരികൾ, അവർക്ക് തന്നെ വളരെ ബുദ്ധിമുട്ട്. പിന്നെ അത് കൂടാതെ ഈ ബാക്കി അവിടെ പ്രശ്നങ്ങൾ, ഈ മിലിറ്റൻസ് ഒക്കെ വന്ന് കയറുമ്പോൾ, അങ്ങനെ വരുന്ന സമയത്ത് വലിയ പ്രശ്നങ്ങൾ, കല്ലേറും അതും ഇതും വെടിവെപ്പും അതും ഇതുമൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ ടൂറിസ്റ്റുകൾ വരാതായി കഴിഞ്ഞാൽ അവർ പട്ടിണിയാണ്. അക്ഷരാർത്ഥത്തിൽ അവർ പട്ടിണി തന്നെയാണ്. അപ്പം അത് അങ്ങനെയൊക്കെയുള്ള കാലാവസ്ഥയിൽ പിന്നെ ഇവർക്ക് ടൂറിസത്തിൽ നിന്നുള്ള വരുമാനമാണ് അവർക്കുള്ളത്. ഈ വള്ളമുണ്ടല്ലോ, വള്ളം തുഴഞ്ഞ് നമ്മളെ ആളുകളെ കൺട്രി ബോട്ടിനകത്ത് ഇങ്ങനെ കൊണ്ടുപോവുക ആ തടാകത്തിലൂടെ. ഒരു നല്ല രസകരമായ യാത്രയാണ്. ഞാൻ പോയിട്ടുണ്ട്. അത് ഞങ്ങൾ യാത്ര ചെയ്തിരുന്നു. അങ്ങനെ പോവുക, അവിടെ തന്നെ നമുക്ക് പൂക്കൾ അവർ വേറെ വള്ളത്തിൽ തന്നെ കൊണ്ടുവന്ന് തരും. പലഹാരങ്ങൾ അവിടെ കച്ചവടം ചെയ്യും. പിന്നെ മറ്റ് സാധനങ്ങളൊക്കെ, ചെറിയ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് അവരവരുടെ കരകൗശല വസ്തുക്കൾ, പിന്നെ അത് മാത്രമല്ല ഡ്രൈ ഫ്രൂട്ട്സ്, ഇതെല്ലാം വള്ളത്തിൽ തന്നെ കൊണ്ടുവന്നിട്ട് അവരും വള്ളം തുഴഞ്ഞ് വന്നിട്ട് നമ്മുടെ വള്ളത്തിൻ്റെ അടുത്ത് നിർത്തി നമുക്ക് അവിടെ നിന്ന് വില പേശി അവരുടെ കയ്യിൽ നിന്ന് വാങ്ങാം. അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് അവരുടെ ജീവിതം. അപ്പോൾ ഞാൻ ഇയാളുടെ അടുത്ത് ചോദിച്ചു. അപ്പോൾ ഒരു ശകലം അടുപ്പമായി കഴിഞ്ഞപ്പോൾ, ഞങ്ങൾ ഏതാണ്ട് 6 ദിവസം അവിടെ ഉണ്ടായിരുന്നു. അതിൽ ഞാൻ ആ 2ാമത്തെ ദിവസം അയാളുടെ ഞാൻ ചോദിച്ചു, ഈ POK പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീർ എന്ന് പറയുന്നിടത്തെ താമസം എങ്ങനെ, ഇവിടുത്തെ താമസം എങ്ങനെയാണെന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, ഇവിടെ നമുക്ക് അത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പരമാനന്ദ സുഖമാണ്. അവർക്ക് ഞങ്ങളോട് കുശുമ്പാണ്. കാരണം എന്താ? അസൂയയാണ്. അതിൻ്റെ കാരണം അവർക്ക് അത്രയും കഷ്ടപ്പാടാണ്. അവർക്കൊന്നുമില്ല അവിടെ. ആഹാരം പോലും നന്നായിട്ട് കഴിക്കാൻ കിട്ടത്തില്ല, റേഷനില്ല, ശരിയായ രീതിയിൽ റേഷനില്ല, ഒന്നുമില്ല. പിന്നെ ഈ പാകിസ്ഥാനിൽ നിന്ന് വല്ലപ്പോഴും കൊടുക്കുന്ന, പാകിസ്ഥാന് തന്നെ പട്ടിണിയാണ്. അപ്പോൾ ഇവിടെ ഒന്നുമില്ല.
പിന്നെ ആകെയുള്ളത് പാകിസ്ഥാൻ മിലിറ്ററി അവിടെ കയറി പെരുമാറും. ഇതല്ലാതെ വേറെ യാതൊരു പ്രയോജനവും അതുകൊണ്ട് അവർക്കില്ല. അങ്ങനെ അവരെന്തെന്നറിയാം. അപ്പം ഞാൻ ചോദിച്ചു, അവർ ഇവിടെ ഇന്ത്യയിൽ വരാൻ ഇഷ്ടമായിരിക്കുമെന്ന് ചോദിച്ചു, POKയിൽ. അപ്പോൾ അവർ പറഞ്ഞെന്താ അറിയാമോ, പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീരിൽ അവർക്ക് ഇഷ്ടമാണ്, ഇന്ത്യയിൽ വരാൻ അവർക്ക് ഇഷ്ടമാണ്, അവർക്ക് എങ്ങനെയെങ്കിലും ഇന്ത്യക്കാരായിട്ട് മാറാനാണ് അവർക്കിഷ്ടം. അതുകൊണ്ട് ആ രീതിയിൽ. അപ്പം ഞാൻ ഇയാളുടെ അടുത്ത് ചോദിച്ചു, നിങ്ങൾക്ക് ഇവിടെ അപ്പോൾ ഒരു റെഫറൻഡം നടത്തുന്നിരിക്കട്ടെ, ഇവിടുത്തെ മുസ്ലിങ്ങൾ, അതായത് ഈ കാശ്മീരികൾ, അവർ പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീർ, അവർ പാകിസ്ഥാനിലേക്ക് പോകാൻ ഇഷ്ടപ്പെടുമോ അതോ ഇന്ത്യയെ തുടരാൻ ഇഷ്ടപ്പെടുമോ? അയാൾ പറഞ്ഞു 100% ഇന്ത്യയെ തന്നെ തുടരാൻ ഇഷ്ടപ്പെടും, പാകിസ്ഥാനിലേക്ക് പോകത്തില്ല. അയാൾക്ക് പാകിസ്ഥാനെ വളരെ വെറുപ്പാണ്. ആ രീതിയിൽ അയാൾ സംസാരിച്ചത് വളരെ അന്തസ്സായിട്ട് അയാൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. നല്ലൊരു മനുഷ്യൻ. അവസാനം എന്താ അറിയോ, ഞങ്ങൾ അവസാനം ഇതെല്ലാം വന്ന അയാൾക്ക് അപ്പോൾ ഒരു ഇന്നോവ കാറാണ്, അയാൾ ഒരു ഏജൻസിക്ക് വേണ്ടി കാർ ഓടിക്കുന്നവനാണ്. ഞങ്ങളത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇപ്പോൾ അവസാനത്തെ ദിവസം പിന്നെ ഞങ്ങൾക്ക് വേറെ വണ്ടി അറേഞ്ച് ചെയ്ത് ആണ് ഞങ്ങളെ കൊണ്ടുവരുന്നത്. കാരണം ഈ കാറൊന്നും അവിടെ എയർപോർട്ടിലേക്ക് പോകത്തില്ല. എയർപോർട്ടിൽ ഞങ്ങൾക്ക് പൈലറ്റും എസ്കോർട്ടും ഉണ്ട്, അങ്ങനെ പോകണം. അപ്പോൾ അന്ന് അതിൻ്റെ തലേ ദിവസം ഈ യാത്രയൊക്കെ ഞങ്ങളിവിടെ എല്ലാം കൊണ്ട് കാണിച്ചല്ലോ. ഞാനും എൻ്റെ കസിനും ഞങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്നു. 5000 രൂപ അയാൾക്ക് ഞങ്ങൾ കൊടുത്തു. അയാൾക്കൊരു പാരിതോഷികമായിട്ട് കൊടുത്തതാണ്. അയാൾ ആ പൈസയും വാങ്ങിച്ചു വെച്ചിട്ടുണ്ടല്ലോ, അങ്ങ് കരഞ്ഞെന്ന് പറഞ്ഞാൽ എന്താ അറിയാമോ, അയാൾക്ക് ആ പൈസ കിട്ടിയ സന്തോഷമല്ല അയാളുടെ പ്രശ്നം. ഞങ്ങളെ അത്രയും ഇഷ്ടപ്പെട്ട അയാൾക്ക്, ഞങ്ങളുടെ കൂടെ നടന്നു, ഞങ്ങളുടെ കൂടെ അയാൾ ആഹാരം കഴിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നന്നായിട്ട് അയാളുടെ അടുത്ത് പെരുമാറ്റം അയാൾ നന്നായിട്ടുണ്ടായി. പിന്നെ അയാൾ ഞങ്ങൾക്ക് സാധനങ്ങൾ, ഈ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ വാങ്ങുന്ന കടയിലൊക്കെ ഇയാൾ തന്നെ കൊണ്ടുപോയി, നല്ല സ്ഥലം നോക്കിയിട്ട് അയാൾ കൊണ്ടുപോയി. അയാൾക്ക് അതിനകത്ത് കമ്മീഷനൊന്നുമില്ല, വളരെ സാധുക്കളാണ് ഇവർ. അപ്പോൾ അയാൾ പറഞ്ഞതാണ്, ഈ പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീരിലെ ജനങ്ങളുടെ ദുരിതം ഭയങ്കരമാണ്. ഇപ്പം അവിടെ യഥാർത്ഥത്തിൽ വലിയ ആഭ്യന്തര കലാപം തന്നെ നടക്കുകയാണ്. അവിടെ പട്ടാളക്കാർ കയറി അവരെ വെടിവെച്ചു കൊല്ലുകയാണ്. പാകിസ്ഥാൻ പട്ടാളക്കാർ അവരെ വെടിവെച്ചു കൊല്ലുന്നു. കുറേ ആളുകൾ മരണപ്പെട്ടു. അതിനും വിവരമൊന്നും വെളിയിൽ വരത്തില്ല, കൊല്ലപ്പെട്ടവരെ വിവരമൊന്നും. ഒരുപാട് ആളുകൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്, ഹോസ്പിറ്റലൈസ്ഡാണ് ഒരുപാട് പേര്. ഈ രീതിയിലൊക്കെ പോകുന്നതിൻ്റെ കാരണം അവിടുത്തെ ആഭ്യന്തര കലഹമാണ്. കലാപം എന്ന് പറയുന്നത് അവർക്ക് ഇൻഡിപെൻഡൻസ് വേണം. ഇൻഡിപെൻഡൻസ് വേണമെന്ന് പറഞ്ഞാൽ ഇൻ ദ സെൻസ് അവർക്ക് ഇന്ത്യയിലേക്ക് വരണം, അവർക്ക് പാകിസ്ഥാൻ വേണ്ട. ഇതാണ് അവരുടെ ഉദ്ദേശം. അല്ലാതെ അവർക്ക് സ്വയംഭരണമൊന്നും, അവിടെ സ്വയംഭരണം ഉണ്ടെന്ന് പറയുന്നത് വെറും ജലരേഖയാണെന്നാണ് അവിടെ എല്ലാം പറഞ്ഞത്. കാരണം അങ്ങനെ സംഭവം ഇല്ല. അവർക്ക് സ്വയംഭരണമൊന്നുമില്ല. പാകിസ്ഥാനുള്ള തോന്നിവാസം മുഴുവൻ കാണിക്കുകയാണ് ആ നാട്ടിൽ. അവിടെ നിന്നുള്ള റിസോഴ്സൊക്കെ എടുത്തുകൊണ്ട് പോകും, അവർക്കൊന്നും കൊടുക്കത്തില്ല. അവിടെ ഒരുപാട് ധാതുക്കളൊക്കെ ഉണ്ട് അവിടെ, ഖനനത്തിനൊക്കെ. ഇതൊക്കെ ഇവന്മാർ എടുത്ത് തോന്നിവാസം പോലെ കൊണ്ടുപോകും, അവർക്കൊന്നും കൊടുക്കത്തില്ല. അവർക്ക് അവിടുത്തെ പാകിസ്ഥാൻ്റെ ബജറ്റിലൊന്നും ഇവർക്ക് വിഹിതമൊന്നുമില്ല. വളരെ കഷ്ടപ്പാടാണ്, ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഇപ്പോൾ പൊറുതി മുട്ടിയിരിക്കുക പാകിസ്ഥാൻ. കാരണം അവിടെ പട്ടിണിയാണ്, അവിടെ ഒന്നുമില്ല, പൈസയില്ല. ബലൂജികളാണെന്നുണ്ടെങ്കിൽ ബലൂചിസ്ഥാൻ, അവർ അവിടെ അത് ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത് ഇപ്പോൾ അവർ സ്വാതന്ത്ര്യം ചോദിച്ചുകൊണ്ട് അവർ എന്നേ കലാപമാണ്. പാകിസ്ഥാൻ മിലിറ്ററിക്ക് അവിടെ കയറാൻ ഒക്കത്തില്ല, കൊന്നുകളയും അവർ ബലൂജികൾ. അപ്പോൾ ബലൂചിസ്ഥാനിൽ അവർ സ്വയംഭരണം ചോദിച്ചുകൊണ്ട് പോയേക്കാണ് അവിടെ ആ ഭാഗത്ത്. അടുത്തത് പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീർ. ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് പാകിസ്ഥാൻ ആകപ്പാടെ ഞെരുങ്ങും. ഇതുകൊണ്ടാണ് ഇന്ന് അവിടുത്തെ മൊഹ്സിൻ ഖാൻ അയാളുടെ പേര്, അയാൾ ഈ പാകിസ്ഥാൻ്റെ ആഭ്യന്തരമന്ത്രിയാണ്. അയാൾ പറഞ്ഞത് എന്താണെന്നറിയോ, അയാൾ പറഞ്ഞത് ഇവിടുത്തെ യുവാക്കൾക്ക് കൊടുക്കാൻ നമ്മുടെ കയ്യിലൊന്നുമില്ല, ഇവിടെ പണമില്ല, ഒന്നുമില്ല, അത്രയും ബാങ്ക്രപ്റ്റാണ്, കടക്കണിയിലാണ് പാകിസ്ഥാൻ, ഒന്നുമില്ല. വാങ്ങാവുന്ന പണമെല്ലാം വാങ്ങിയെടുത്തു. ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൽ നിന്ന് അവസാനം ലോണും എടുത്ത് അത് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതെല്ലാം തീർന്നു പോയി. ഇതെല്ലാം മിലിറ്ററിയാണ് എടുക്കുന്നത്. അവിടെ സിവിലിയൻസിനൊന്നും കിട്ടാറില്ല. ഇതിൻ്റെ സിംഹഭാഗവും അവിടെ കിട്ടുന്ന വരുമാനത്തിൻ്റെ അത് മിലിറ്ററിയാണ് കൊണ്ടുപോയി തിന്നുന്നത്. മിലിറ്ററിക്കാണ് ഇതെല്ലാം ഉള്ളത്. അതിനകത്ത് 80% മിലിറ്ററി അപ്രോപ്രിയേറ്റ് ചെയ്യും, 20% സിവിലിയൻസിനുള്ളത്, ബാക്കിയൊന്നുമില്ല. അങ്ങനെ ഇവർ ആകെ ബുദ്ധിമുട്ടിലാണ് അവിടെ പാകിസ്ഥാൻ.
അന്നേരം അയാൾ പറഞ്ഞത് ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് യുവാക്കൾക്ക് കൊടുക്കാൻ നമ്മുടെ കയ്യിലൊന്നുമില്ല, അവരുടെ യുവാക്കളുടെ ഇച്ഛയ്ക്കനുസരിച്ച് പെരുമാറാൻ പാകിസ്ഥാന് പറ്റുന്നില്ല, ഇവിടെ എപ്പോൾ പാറ്റകളുണ്ടാകും എന്ന് നോക്കിയാൽ മതി. അന്നേരം ഇവിടുത്തെ പാറ്റയുടെ പ്രശ്നം അവിടെയും വന്നു എന്നുള്ളതാണ്. പാകിസ്ഥാനിൽ അങ്ങനെ പാറ്റകളെ ഭയന്ന് ഇപ്പോൾ കഴിയുകയാണെന്ന് പാകിസ്ഥാൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ പ്രസ്താവനയിൽ നിന്ന് കാണുന്നു. കഷ്ടമാണ്. കാരണം ഇതുപോലെ മിലിറ്ററി ഒരു രാജ്യത്തെ അടിച്ചമർത്തി ആ ജനങ്ങളെ ആ രീതിയിലേക്ക് കൊണ്ടുപോകുന്നു. മിലിറ്ററിക്ക് ആകെപ്പടെ അവിടെ മിലിറ്ററിക്ക് ആ സ്റ്റാൻഡ് വേണമെങ്കിൽ എന്ത് വേണമെന്നറിയോ? ഇന്ത്യ ആക്രമിക്കണം, ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറണം. അതിനവർ ISI അവർ ആ രീതിയിൽ ഇങ്ങോട്ട് കയറ്റിവിടും. ഭീകരരുമായിട്ടുള്ള അടുപ്പമാണ്. അവിടെ പണമുള്ളത് ഭീകരർക്കും മിലിറ്ററിക്കും മാത്രമാണ്, പിന്നെ ഏതാനും രാഷ്ട്രീയക്കാർക്കും. പാവം അവിടെ ജനങ്ങൾക്കൊന്നുമില്ല, പട്ടിണിയാണ്, കൊടും പട്ടിണി.